കഴിഞ്ഞ ഒരു ശനിയാഴ്ച ദിവസം രാവിലെ മുഴുവൻ തലകറക്കം കൊണ്ട് നടക്കാൻ വയ്യാതിരുന്ന ഞാനാണ് വൈകുന്നേരം ദാ ഇതേപോലെ ഇവിടെ വന്ന് നിന്ന് കാറ്റ് കൊള്ളുന്നത്. രാവിലെ കണ്ട മുഖമല്ല വൈകിട്ട് നമ്മൾ യാത്രയ്ക്ക് പോയപ്പോഴെന്ന് എൻ്റെ പ്രിയങ്ങൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മാറ്റത്തിന് പിന്നിൽ ഒരു കുഞ്ഞു മാജിക് ഉണ്ട് കേട്ടോ. ആ മാജിക്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത്. ശാരീരികമായിട്ടുള്ള വയ്യാഴികളും വേദനകളും ഒക്കെ വരുമ്പോൾ എത്ര കരുത്തുള്ളവരാണെന്ന് പറഞ്ഞാലും മാനസികമായിട്ടും കുറച്ചൊക്കെ തകർന്നു പോകും. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുന്നത് നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ അത് ഓർത്ത് മുറിക്കുള്ളിൽ അടച്ചിട്ടിരുന്ന് കരഞ്ഞിട്ടോ വ്യാകുലപ്പെട്ടിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ സന്തോഷങ്ങളെ തേടിപ്പിടിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ. ചുറ്റുമുള്ളവരൊക്കെ നമ്മുടെ വേദനകൾ കേട്ടിരുന്നെന്ന് വരും, നമുക്ക് കുറച്ചൊക്കെ ആശ്വാസം പകരാൻ ശ്രമിച്ചു എന്ന് വരും. പക്ഷേ വേദനകളുടെയും ദുഃഖങ്ങളുടെയും ആ ഒരു ഇരുണ്ട ലോകത്ത് നിന്ന് മുക്തി നേടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, നമ്മൾ തന്നെ പുറത്തിറങ്ങണം. ആ ഒരു പുറത്തിറങ്ങൽ മാത്രമായിരുന്നു ഇത് കേട്ടോ. ശരിക്കും മാനസികമായിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ട്രെസ് അനുഭവിച്ച ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ നടത്തിയത്. അതിനൊക്കെ എനിക്ക് കൂട്ടു നിൽക്കുന്നവരൊക്കെ എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുമാണ്. ഭാഷയൊന്നും അറിയത്തില്ലേലും ഞാനതൊന്ന് തലയിൽ വെച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടെ തന്ന ആ കച്ചവടക്കാരനും എനിക്ക് അന്ന് ഒരുപാട് പ്രിയപ്പെട്ട ആൾ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതെ കുറേ സ്നാക്സ്, ഇതൊക്കെ എങ്ങനെയാണ് കഴിക്കുന്നതെന്നാണ് മോനുകുട്ടൻ ചോദിച്ചത് കേട്ടോ. പിന്നെ കരിമ്പിൻ ജ്യൂസ്, എന്തോരോ ഭംഗിയുള്ള പാവക്കുട്ടികളും നിറപ്പകിട്ടാർന്ന ബലൂണുകളും, ആകെ മൊത്തവും ഒരു വർണ്ണാഭമായ കാഴ്ച എൻ്റെ മനസ്സിലും എൻ്റെ കണ്ണിലും നിറച്ച ആ യാത്ര കാരണം ഞാൻ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങി.